Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. പുതിയൊരു കായിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിലൂടെ ജീവിതമാർഗം ലഭിക്കുക മാത്രമല്ല, ലഹരികളുടെ മായിക വലയത്തിൽ നിന്ന് രക്ഷപ്പെടുക കൂടിയാണ് ചെയ്യുന്നതെന്ന് കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാൻ മാത്തിൽ പഞ്ചായത്ത് സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബി.ജെ.പി. സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി കണ്ണപുരത്ത് സ്ഥാപിച്ച കൊടിമരം പോലീസ് പിഴുതുമാറ്റിയതിൽ പ്രതിഷേധിച്ച് കണ്ണപുരം സ്റ്റേഷനിലേക്ക് ബി.ജെ.പി. മാർച്ച് നടത്തി. വൻ പോലീസ് സന്നാഹമാണ് മാർച്ചിനെ പ്രതിരോധിച്ചത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അക്ഷരങ്ങളുടെ സാന്ത്വനം ഒരുക്കി ദയാ ചാരിറ്റബിൾ സൊസൈറ്റി ആരംഭിച്ച അക്ഷര സാന്ത്വനം പബ്ലിക് ലൈബ്രറി ഡോക്ടർ വി ശിവദാസൻ എം.പി. ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. പുതിയൊരു കായിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിലൂടെ ഒരു ജീവിതമാർഗം ലഭിക്കുക മാത്രമല്ല, ലഹരികളുടെ മായിക വലയത്തിൽ നിന്ന് രക്ഷപ്പെടുക കൂടിയാണ് ചെയ്യുന്നതെന്ന് കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാൻ മാത്തിൽ പഞ്ചായത്ത് സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാങ്കോലാലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റേഡിയം ഗ്രൗണ്ട് കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഫിഫ്റ്റി ഫണ്ടിൽ നിന്ന് 450 കോടി രൂപ ബാങ്ക് ഫണ്ടിൽ നിന്ന് വിവിധ എംഎൽഎമാരുടെ ഫണ്ടിൽ നിന്നും 300 കോടി അടക്കം 2000 കോടി രൂപയുടെ കായിക അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കാൻ നമുക്ക് ഇതിൻ്റെയൊക്കെ ഫലമായി കൊണ്ടുതന്നെ ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾ അനുഭവപ്പെട്ടു വരികയും ഇതിനു പുറമെയാണ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഒരു കളിക്കളം നിർമ്മിക്കുക എന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം നമ്മൾ ആ പദ്ധതി ആരംഭിച്ചു. ഏറ്റവും നല്ല രീതിയിൽ ഇന്നോ ആ പദ്ധതി പുരോഗമിക്കുകയാണ്. കേരളത്തിൽ 465 പഞ്ചായത്തുകളിലാണ് സ്വന്തമായി കളിക്കളമില്ലാത്തത്. ഇന്ന് കഴിഞ്ഞ 3 വർഷത്തെ നിരന്തരമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഏകദേശം 200 പഞ്ചായത്ത് 200-ലധികം പഞ്ചായത്തുകളിൽ ഇപ്പോൾ കളിക്കളം നിർമ്മിക്കാൻ നമുക്ക് കഴിയും. അത് ഒരു പഞ്ചായത്തുകളിൽ കളിക്കളം മാത്രമല്ല, എംഎൽഎമാരുടെ ഫണ്ട്, എംഎൽഎമാരുടെ ബഡ്ജറ്റ് ഫണ്ട്, പ്ലാൻ ഫണ്ട് എല്ലാം തന്നെ ഉപയോഗിച്ച് നമുക്ക് അത്രയും നല്ല രീതിയിൽ കളിക്കളം നിർമ്മിക്കാൻ കഴിയും. പുതിയൊരു കായിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിലൂടെ ഒരു ജീവിതമാർഗം ലഭിക്കുക മാത്രമല്ല, ലഹരികളുടെ മായിക വലയത്തിൽ നിന്ന് രക്ഷപ്പെടുക കൂടിയാണ് ചെയ്യുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം.വി. സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി.വി. വത്സല, കെ. പത്മിനി, സി. സത്യപാലൻ, പി. ശശിധരൻ, കെ.വി. സുരേഷ് ബാബു, ബിന്ദുമോൾ കെ.ജി, പി.ഉഷ, ടി.എം. സതീശൻ മാസ്റ്റർ, എൻ. അബ്ദുറഹ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കരിവെള്ളൂരിൽ നിന്നും CPM പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തിയ ഡോക്ടർ വിജു കൃഷ്ണന് CPM പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പയ്യന്നൂർ സെൻട്രൽ ബസാറിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്നു.
കരുവെള്ളൂരിൽ നിന്നും CPM പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തിയ ഡോക്ടർ വിജു കൃഷ്ണന് CPM പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പയ്യന്നൂർ സെൻട്രൽ ബസാറിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകരാണ് അണിനിരന്നത്. അടുത്ത പ്രസംഗത്തിൽ ഈ ചില മലയാള വേർഡ്സ് എങ്ങനെ യൂസ് ചെയ്യാം എന്നത് പഠിക്കാനുള്ളൊരു കൂടിയാണ്. ഞാൻ ജയരാജന്റെ കൂടെ തെരഞ്ഞെടുപ്പ് സമയത്തും പിന്നെ നിരവധി പരിപാടികളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്യുന്ന അഖിലേന്ത്യാ കർഷക സംഘത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അപ്പോൾ ഏകദേശം 10-15 ഭാഷകൾ സംസാരിക്കാൻ ഷേണായി സ്ക്വയറിൽ നടന്ന സ്വീകരണ പൊതുയോഗം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. TI മധുസൂദനൻ MLA അധ്യക്ഷനായി. P സന്തോഷ്, P ശശിധരൻ, V കുഞ്ഞികൃഷ്ണൻ, സരിൻ ശശി, C കൃഷ്ണൻ, V നാരായണൻ, M രാഘവൻ, KK ഗംഗാധരൻ, KP ജ്യോതി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണപുരം പോലീസ് സ്റ്റേഷനിലേക്ക് BJP മാർച്ച്. BJP സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി കണ്ണപുരത്ത് സ്ഥാപിച്ച കൊടിമരം പോലീസ് പിഴുതുമാറ്റിയതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. വൻ പോലീസ് സന്നാഹമാണ് മാർച്ചിനെ പ്രതിരോധിച്ചത്. BJP സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി കണ്ണപുരത്ത് സ്ഥാപിച്ച കൊടിമരം കഴിഞ്ഞ ദിവസം പോലീസ് പിഴുതുമാറ്റിയതിൽ പ്രതിഷേധിച്ചായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. സ്റ്റേഷനു മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. BJP സംസ്ഥാന സെക്രട്ടറി K രഞ്ജിത്ത് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്താകമാനം ഇന്നലെ ആഘോഷത്തിന്റെ തിരക്കിലാണ് നമ്മുടെ പാർട്ടി പ്രവർത്തകർ. ആ സ്ഥാപനത്തിനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്നലെ ഈ ചൈനാക്ലയുടെ അടുത്ത് BJPയുടെ ഒരു പതാക ഉയർത്തിയത്. ഭാരതീയ ജനതാ പാർട്ടി നിരോധിത സംഘടനയല്ല. ആദ്യം പോലീസുകാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുക, ഇന്ത്യയുടെ പ്രധാനമന്ത്രി BJPക്കാരനാണ്. ജലപീരങ്കി ഉൾപ്പെടെ വൻ പോലീസ് സന്നാഹമാണ് ഒരുക്കിയിരുന്നത്. അതേസമയം പ്രദേശത്ത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൊടിതോരണങ്ങൾ അഴിച്ചുമാറ്റിയിരുന്നു എന്ന് കണ്ണപുരം CI ബാബുമോൻ പറഞ്ഞു. കണ്ണൂർ ജില്ലാ സെൽ കോർഡിനേറ്റർ ഗംഗാധരൻ കാളേശ്വരം, ജില്ലാ കമ്മിറ്റി അംഗം മധു മാട്ടൂൽ, മോഹനൻ കുഞ്ഞിമംഗലം, പനക്കേൽ ബാലകൃഷ്ണൻ, CV സുമേഷ്, സുജിത്ത് വടക്കൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദയ ചാരിറ്റബിൾ സൊസൈറ്റി ആരംഭിച്ച അക്ഷര സാന്ത്വനം പബ്ലിക് ലൈബ്രറി ഡോക്ടർ V ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജിന്റെ 5ാം നിലയിലാണ് ലൈബ്രറി പ്രവർത്തിക്കുക. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദയ ചാരിറ്റബിൾ സൊസൈറ്റി ആരംഭിച്ച അക്ഷര സാന്ത്വനം പബ്ലിക് ലൈബ്രറി ഡോക്ടർ V ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തിൽ ജീവിക്കുന്നവർക്ക് ജുഡീഷ്യറിയെ കുറിച്ച് പല സ്വപ്നങ്ങളുണ്ട്, ജഡ്ജിമാരെ കുറിച്ചും ഒരുപക്ഷെ സ്വപ്നങ്ങളുണ്ട്. പക്ഷേ ആ സ്വപ്നങ്ങളുടെ യാഥാർത്ഥ്യം എന്നുള്ളത് നമ്മൾ നേരിൽ കാണുക അപൂർവമാണ്. ഇന്ത്യൻ ജുഡീഷ്യറിയിലെ സാധാരണക്കാരുടെ പതിതരായ മനുഷ്യരുടെ സ്വപ്നം സ്വന്തം ഹൃദയം കൊണ്ട് അടയാളപ്പെടുത്തിയ മഹാനായ ചന്ദ്രു ഇവിടെ എന്തുകൊണ്ടെന്നാൽ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ പോലും അദ്ദേഹത്തിൻ്റെ പേര് സുപ്രധാനമാണ്. തമിഴ്നാട്ടിൽ ജയലളിതയുടെ സർക്കാർ അവിടെ ലൈബ്രറി അടച്ചു കൂട്ടിയിട്ട് അത് കുട്ടികളുടെ ആശുപത്രിയാക്കി മാറ്റാൻ വേണ്ടി ഉത്തരവിറക്കുകയുണ്ടായി. അന്ന് ആശുപത്രി ആവശ്യമില്ലാത്തതാണെന്നല്ല അദ്ദേഹം പറഞ്ഞത്, പക്ഷേ ലൈബ്രറി അടച്ചുപൂട്ടാനുള്ള തീരുമാനം അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ 5ാം നിലയിലാണ് ലൈബ്രറി പ്രവർത്തിക്കുന്നത്. മദ്രാസ് ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് K ചന്ദ്രു ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറോ ഫിലിപ്പ്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ K സുദീപ്,
ലൈബ്രറി കൗൺസിൽ താലൂക്ക് കമ്മിറ്റി അംഗം വി ചന്ദ്രശേഖരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ചുമർ ചിത്രകാരന്മാരായ ബിജു പാണപ്പുഴ, റിഗേഷ് പുളിയൂൽ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. ദയ ചെയർമാൻ കെ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സീബ ബാലൻ സ്വാഗതവും വൈസ് ചെയർമാൻ MV രാജീവൻ നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. നാടൻ പാട്ട് രംഗത്ത് 4 പതിറ്റാണ്ട് പിന്നിട്ട് നളിനി പാണപ്പുഴ. കേരള ഫോക്ലോർ അക്കാദമിയുടെ പുരസ്കാരം ഉൾപ്പെടെ നേടിയ ഇവർ ഇന്നും ഈ രംഗത്ത് സജീവമാണ്. വാമൊഴിയായും മരമൊഴിയായും ലഭിച്ച ഒട്ടനവധി നാടൻ പാട്ടുകളാൽ സമ്പന്നമാണ് നമ്മുടെ നാട്. നാടൻപാട്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി കലാകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. നാടൻപാട്ടിനു വേണ്ടി ജീവിതം തന്നെ അർപ്പിച്ച ഒരു കലാകാരിയുണ്ട് പാണപ്പുഴയിൽ, നളിനി പാണപ്പുഴ. അവരുടെ പാട്ട് നമുക്ക് ആദ്യം കേൾക്കാം, പിന്നീട് അവരുടെ വിശേഷങ്ങൾ. വരികല്ലോ വരികല്ലോ വരികവാദേ, പൊലികല്ലോ പൊലികല്ലോ പൊലികയെന്ന്. വരികല്ലോ വരികല്ലോ വരികവാദേ, പൊലികല്ലോ പൊലികല്ലോ പൊലികയെന്ന്. ഒളിച്ചു ഞാൻ പാടുന്നോരു കളത്തകത്തോ, വരുവാൻ മടിക്കല്ലെന്റെ ദേവതമാരേ. അപ്പോൾ നളിനി പാണപ്പുഴ കേരളം അറിയപ്പെടുന്ന ഒരു കലാകാരിയായി ഇന്ന് മാറിയിരിക്കുകയാണ്. നാടൻപാട്ട് രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്? എങ്ങനെയായിരുന്നു ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്? എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഞാൻ SSLC കഴിഞ്ഞ ഉടനെ, അതിന് മുമ്പിൽ പാട്ട് ചെറുപ്പത്തിൽ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ പാട്ട് പാടിക്കൊണ്ടിട്ടുണ്ട്. മത്സര പരിപാടികൾക്കെല്ലാം പങ്കെടുത്തുകൊണ്ടിരുന്നു. പിന്നെ ഡാൻസ് പരിപാടിയിൽ SSLC എല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങ് വെള്ളൂരിലെ ഒരു മാഷ കൂടിയാണ് ഡാൻസ് ഒരു പ്രോഗ്രാമിന് പോകാൻ തുടങ്ങിയത്. അങ്ങനെ പ്രവർത്തിച്ച് പിന്നെ അതിലിടയിൽ നമുക്കിങ്ങനെ CJ കുട്ടപ്പൻ സാറിൻ്റെ ഒരു കാസറ്റ് കേൾക്കാനിടയായി. എന്നാൽ നമുക്കൊരു നാടൻപാട്ടിൻ്റെ സംഘം തുടങ്ങിയാലോ ഇതിലൊരു ആലോചന തുടങ്ങി. അങ്ങനെ കുറച്ച് പപ്പ മാധവങ്കലം, അതേപോലെ പ്രകാശം വെള്ളൂർ എല്ലാവരും കൂടി യോജിച്ച് ഞങ്ങളൊരു നാടൻപാട്ടിൻ്റെ സംഘം ഉണ്ടാക്കി. പിന്നെ ഒരു ബാലൻ എന്ന് പറയുന്നവരാണ് ഇവിടെ കുഞ്ഞിമംഗലത്ത്, AK ബാലൻ എന്ന് പറഞ്ഞിട്ട്, അവരെല്ലാവരും ആയിട്ട് നല്ല പരിപാടിയായിരുന്നു. ഒരുപാട് വേഷങ്ങളെല്ലാം കെട്ടി അങ്ങനെ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടിയായിരുന്നു. പിന്നെ ഒരാൾ തെയ്യം സീസൺ ആകുമ്പം ഇതിനൊന്നും ഇൻവോൾവ്ഡ് ആവാൻ പറ്റാത്തതുകൊണ്ട് ആ സംഘം ഇങ്ങനെ പോയി. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ആദ്യം ഒന്ന് പാടി. താരക പെണ്ണാളെ കതിരാടും വിഴിയാളെ, തമ്പുരാനെത്തിടും മുമ്പേ കരിഞ്ഞാടും കോര പറിച്ചാട്ടെ. അതുപോലെ ഈ അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു അല്ലേ നന്നേച്ചിയുടെ ആദ്യ കുടുംബം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ തെയ്യത്തിന് ചെണ്ട കൊട്ടാനും മറ്റു പോകുമായിരുന്നു. എങ്ങനെയായിരുന്നു തെയ്യത്തിന്റെ പിന്നണിയിൽ? തെയ്യത്തിന്റെ ചെണ്ട കൊട്ടാൻ ചെറുപ്പകാലത്തെല്ലാം ഞാൻ, ചെറുപ്പകാലം മാത്രമല്ല ഇപ്പം ചെറുപ്പത്തില് സ്ഥിരമായിട്ട് എല്ലാ തെയ്യലെടുത്തും പോകും. ഞാൻ ചെണ്ട കൂട്ടും. എനിക്ക് ചെണ്ട എന്നൊരു ക്രേസ് ആണ്, ഭയങ്കര ഇഷ്ടമാണ്. ചെണ്ട വെറുതെ വെച്ച് കാണുമ്പോൾ ചില സ്ഥലത്ത് പോയാലും അങ്ങനെയുണ്ട്, വെറുതെ ഞാൻ പോയി എടുത്തു കൂട്ടും. എനിക്ക് അതിൽ നാണക്കേടൊന്നുമില്ല. അതുപോലെ വാദ്യോപകരണങ്ങളൊക്കെ വാദ്യോപകരണങ്ങൾ ഒരു വകയിലെല്ലാം ഉപയോഗിക്കും. അപ്പൊ ഈ അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് പാടാം. അനുഷ്ഠാനപരമായി ബന്ധപ്പെട്ട ഒരു കണ്ണേർ പാട്ട് പാടാം. വരികല്ലോ വരികല്ലോ വരികവാദേ, പൊലികല്ലോ പൊലികല്ലോ പൊലികയെന്ന്. വരികല്ലോ വരികല്ലോ വരികവാദേ, പൊലികല്ലോ പൊലികല്ലോ പൊലികയെന്ന്. പൊളിച്ചു ഞാൻ പാടുന്നോരു കളത്തകത്തോ, വരുവാൻ മടിക്കല്ലെന്റെ ദേവതമാരേ. അതുപോലെ തന്നെ നമുക്കറിയാം നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു വ്യക്തി ആരാന്ന് പറയാൻ പറ്റുമോ? കലാഭവമണി ചേട്ടൻ. അതെ, കലാഭവമണിയെ ഒഴിച്ചു നിർത്തിയിട്ട് ഒരു പാട്ട് മലയാളിക്കില്ല അല്ലെ? ഒരു പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ പാട്ടിനെ ജനകീയമാക്കിയ ഒരു കലാകാരൻ. അപ്പോ മണിച്ചേട്ടന്റെ ഓർമ്മയ്ക്ക് വേണ്ടി രണ്ട് പാട്ട്. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് ഈ തിടുക്കം. കലാഭവമണി ചേട്ടന്റെ ഒരു പാട്ട് കൂടി പെട്ടെന്ന്. ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള
മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടയിൽ നെയ്യ് തമിഴക്കണ മീനാണ്. മണിച്ചേട്ടൻ മരിച്ചു കിടക്കുന്ന സമയത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു, കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് പിന്നെ ഷൊർണൂരായിരുന്നു പ്രോഗ്രാം. അന്ന് പ്രോഗ്രാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആദ്യം പരിപാടി, 2 പരിപാടിയുണ്ട്. അപ്പം ഞാൻ പരിപാടി കഴിഞ്ഞവിടെ അവരോട് പറഞ്ഞ് എന്ന് റെയിൽവേ സ്റ്റേഷൻ കൊണ്ടാകാൻ തന്നെ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷൻ അവർ കൊണ്ടാക്കി. അവിടെ നിന്ന് പോയി തൃശ്ശൂർ പോയി മണിച്ചേട്ടൻ്റെ കണ്ടു. അതുപോലെ തന്നെ നളിനി പാണപ്പുഴ എന്താണ് തൊഴിൽപരമായിട്ട് മറ്റു മേഖലയിൽ എന്തെങ്കിലും പ്രവർത്തിക്കുന്നത്? അംഗൻവാടി, ഞാനൊരു അംഗൻവാടി ടീച്ചറാണ്. പിന്നെ ഇതന്നെ പാട്ട്, നാടൻ പാട്ട്. ഏത് അംഗൻവാടിയിലാണ്? ഇവിടെ പാണപ്പുഴ, കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ. കുട്ടികൾക്ക് പാട്ടൊക്കെ പാടിക്കൊടുക്കുന്നത് എന്റെ അംഗൻവാടി കുഞ്ഞു പോകും കുട്ടികളൊക്കെ ആയിട്ട് നല്ല പാട്ടൊക്കെ പാടിക്കൊടുക്കാറുണ്ട് മുന്നോട്ട് പോകുന്നത്. വേറെന്താണ് പ്രേക്ഷകരോട് പറയുന്നത്? പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നാടൻ പാട്ടിന്റെ പോക്ക് എങ്ങോട്ടാണ്? നല്ല രീതിയിലാണോ? അല്ല ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് നാടൻ പാട്ട് രംഗത്ത്, പക്ഷേ എങ്കിലും അതൊരു നാടൻ പാട്ട് നാടൻ രംഗത്ത് നിന്ന് വ്യതിചലിക്കുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനില്ല എന്താന്ന് പറഞ്ഞാൽ, ഈ നാടൻ പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലങ്ങളിൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക ഒരു ഭക്തി ഉണ്ടായിരുന്നു നമുക്ക്. ഇന്ന് അത് നഷ്ടപ്പെട്ടു പോയി. കാരണം ഇന്ന് എല്ലാവരും അതൾക്ക് പറ്റുന്ന പോലെ എന്താ പറയാ, പാട്ടുകളായാലും വേഷങ്ങളായാലും എല്ലാം മാറി 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 ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡിലേക്ക് വന്നിട്ടില്ല. പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കറുത്ത മുണ്ടും തോർത്ത് മുണ്ടിട്ട്, അതായത് വേഷത്തിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ അതിന്റെ ഒരു തനത് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറി. മറ്റൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ, ഈ രംഗത്ത് കിട്ടിയ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? സർക്കാരിൽ നിന്ന് കിട്ടിയ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? സർക്കാരിൽ നിന്ന് എനിക്ക് 2020 കണ്ണൂർ പാട്ടിന് ഫോക്ലോർ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ തൃശ്ശൂർ ആദ്യമായിട്ട് എനിക്ക് അവാർഡ് തന്നതാരെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ കരുതൽ കൂട്ടത്തിന്റെ പുത്തിരി ഫോക്ലോർ അവാർഡാണ് ആദ്യം കിട്ടിയത്. പിന്നെ കലാഭവൻ ഓടപ്പഴം പുരസ്കാരം കിട്ടി. പിന്നെ ഫ്ലവേഴ്സ് ഗിന്നസ് TV റെക്കോർഡ് ഫെയിമാണ്. മറ്റേ ഇത് ഗിന്നസ് വേൾഡിന്റെ പരിപാടി ഉണ്ടായിരുന്നല്ലോ, അതിൽ പങ്കെടുത്ത അതിന്റെ ഫെയിമാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ഏത് ട്രൂപ്പിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പം പിന്നെ വായ്പാട്ട് നാട്യസംഘം കോഴിക്കോട് എന്നുള്ള ട്രൂപ്പിലാണ്. 20 വർഷത്തോളമായി അവരെ കൂടെ വർക്ക് ചെയ്യുന്നു. നല്ല സന്തോഷമായിട്ട് പോകുന്നുണ്ട്. നല്ല ബെനിഫിറ്റ് നമുക്ക് അനുസരിച്ച് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം നമ്മ ഒരു എന്താ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതല്ല നമ്മളെ പരിപാടി. അപ്പൊ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് എന്തായാലും മാഷ് നമുക്ക് തരും. എന്തായാലും നമുക്കറിയാം, നളിനി പാണപ്പുഴ എന്ന കലാകാരി ഒരുപക്ഷെ ജീവിതത്തിൽ നാടൻ പാട്ടിനെ നെഞ്ചേറ്റിയ ഒരു കലാകാരിയാണ്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇനിയും നിരവധി നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ കലാകാരിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം വിഷു ഈസ്റ്റർ ഖാദി മേളയുടെ ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. VP ബാലഗംഗാധരൻ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. ഇന്ത്യയിലെ അതിപുരാതന ഖാദി ഗ്രാമങ്ങളിൽ നിർമ്മിക്കുന്ന പാരമ്പര്യ തനിമയും കരകൗശല മികവും ഒത്തിണങ്ങിയ ഖാദി വസ്ത്രങ്ങളുടെ കമനീയ ശേഖരവുമായി പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വിഷു ഈസ്റ്റർ ഖാദി മേളയ്ക്ക് തുടക്കം കുറിച്ചു. വ്യത്യസ്ത രീതിയിലുള്ള തുണിത്തരങ്ങളും ട്രെൻഡിംഗ് ആയ ഡിസൈനുകളും ഫാഷൻ ലോകത്തെ പുതുമകൾ ഉൾപ്പെടുത്തിയവയും അടങ്ങിയ പുതിയ കളക്ഷനുകളും ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. ഇതിലൂടെ ഖാദി ഫോർ നെക്സ്റ്റ് ജനറേഷൻ എന്ന ആശയം സാക്ഷാത്കരിക്കുകയാണ്. ഖാദിയുടെ പാരമ്പര്യത്തിലും ഗ്രാമീണ തൊഴിലാളികളുടെ ജീവിതത്തിലും പുതുപ്രതീക്ഷയാണ് ഈ ആശയം ജനിപ്പിക്കുന്നതും. ഇതിനായുള്ള നിരന്തര ശ്രമങ്ങൾ പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സംഘം ഉൽപ്പാദിപ്പിക്കുന്ന ഖാദി, മസ്ലിൻ ഖാദി, മിക്സഡ് ഖാദി തുണിത്തരങ്ങൾ, റെഡിമെയ്ഡ് ഷർട്ടുകൾ, ഉന്നക്കിടക്കകൾ, ബെഡ്ഷീറ്റുകൾ എന്നിവയും വിപണന മേളയിലുണ്ട്. ഡെക്ക മസ്ലിൻ സാരികൾ, ജംദാനി സാരികൾ, കോട്ടൺ സിൽക്ക് സാരികൾ, സെറ്റുമുണ്ടുകൾ, ജൂട്ട്, ജയ്പൂർ പ്രിന്റഡ് DT ബെഡ്ഷീറ്റുകൾ എന്നിവയ്ക്കൊക്കെ ഏപ്രിൽ 4 മുതൽ 19 വരെ 30% വരെ ഗവൺമെന്റ് റിബേറ്റിൽ ലഭിക്കും. കൂടാതെ കരകൗശല വസ്തുക്കൾ, സ്റ്റീൽ, വുഡൻ, ചൂരൽ ഫർണിച്ചറുകൾ, വിഷുക്കണി ഒരുക്കുന്നതിന് വിവിധ തരത്തിലുള്ള കൃഷ്ണവിഗ്രഹങ്ങൾ എന്നിവയും ഖാദി മേളയിൽ ലഭ്യമാകും. വൈവിധ്യത്തിന്റെയും ആധുനികതയുടെയും സമന്വയത്തോടെ പുതിയ തലമുറയെ കൂടി ഖാദിയിലേക്ക് ആകർഷിക്കുക എന്നത് തന്നെയാണ് പ്രധാന ഉദ്ദേശം. സംഘത്തിന്റെ നെയ്ത്ത് കേന്ദ്രങ്ങളായ കണ്ണാടിപ്പറമ്പ്, കാക്കേൻചാൽ, മഞ്ഞക്കാട് തുടങ്ങിയ കേന്ദ്രങ്ങളിലാണ് തുണിത്തരങ്ങൾ നെയ്തെടുക്കുന്നത്. വിഷു ഈസ്റ്റർ പ്രമാണിച്ച് ഏപ്രിൽ 19 വരെയാണ് ഖാദി ഉൽപ്പന്നങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റ് ഉണ്ടായിരിക്കുക. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത വിഷു ഈസ്റ്റർ ഖാദി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റ് തുണിത്തരങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ഏറ്റവും കംഫർട്ടായി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന
ദീർഘകാലം ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന തുണിത്തരങ്ങൾ എന്നുള്ള നിലയിൽ നമ്മുടെ ഈ ഖാദി ഉൽപ്പന്നങ്ങൾ പരമാവധി നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റണം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള തൊഴിലാളികളുണ്ട്. അവരുടെ ഒരു ഉപജീവന മാർഗം എന്നുള്ള നിലയിൽ അവരെ കൂടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട്. ആ നിലയിൽ ഖാദി ഉൽപ്പന്നങ്ങൾ പരമാവധി വാങ്ങി ഈ റിബേറ്റ് സൗകര്യം കൂടി ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങി ഈ മേഖലയെ കൂടി സംരക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് VP ബാലഗംഗാധരൻ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. സംഘം പ്രസിഡന്റ് EA ബാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി A വിനയ, VK ഹരിദാസൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജലബജറ്റ് സ്ത്രീ പദവി പഠന റിപ്പോർട്ട് പ്രകാശനം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. മുൻ മന്ത്രി PK ശ്രീമതി ടീച്ചർ ഉദ്ഘാടനവും റിപ്പോർട്ട് പ്രകാശനവും നിർവഹിച്ചു. 73-74 ഭരണഘടനാ ഭേദഗതിയോടുകൂടി കേരളത്തിലാണ് വളരെ സവിശേഷമായ രീതിയിൽ നമ്മുടെ ത്രിതല ഭരണ സംവിധാനങ്ങളെ സംയോജിപ്പിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. അതിൽ അധികാര വികേന്ദ്രീകരണം മാത്രമല്ല, ആസൂത്രണവും വികേന്ദ്രീകൃതമായി 96 അധികാരത്തിൽ വന്ന LDF ഗവൺമെൻറ്, അന്ന് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് EK നായനാരുടെ നേതൃത്വത്തിലാണ് വികേന്ദ്രീകൃത ആസൂത്രണം എന്നുള്ള നിലയിലും ജനകീയ ആസൂത്രണ പദ്ധതികൾ എന്നുള്ള നിലയിലും പുതിയ സവിശേഷമായ ലോകം തന്നെ ശ്രദ്ധിച്ച പദ്ധതി ആവിഷ്കരിച്ചത്. ആ ഒരു നിലപാട് താഴെത്തട്ടിൽ അധികാരം കൊടുക്കണം, അധികാരത്തോടൊപ്പം ഫണ്ടും കൊടുക്കണം എന്ന അന്നത്തെ സർക്കാരിൻ്റെ നിലപാട് കേരളത്തിലെ ഗ്രാമീണ മേഖലകളിൽ ഉൾപ്പെടെ, നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമീണ മേഖലകളിൽ അങ്ങേയറ്റം നമ്മൾ സാധാരണ പറയാറുണ്ട് ഓണം കേറാമൂല എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അങ്ങനെയുള്ള ഒരു ഓണം കേറാമൂല ഇന്ന് കേരളത്തിൽ എവിടെയുമില്ല. ഓണം കേറാമൂല എന്ന് പറഞ്ഞാൽ ഓണം പോലും അറിയാത്ത ആളുകളുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. യാതൊരു തരത്തിലുള്ള വികസനവും എത്തി നോക്കാത്ത ഹരിത കേരള മിഷൻ ജില്ലാ RP അരുൾ P ജലബജറ്റ് റിപ്പോർട്ടും പയ്യന്നൂർ ബ്ലോക്ക് CWF അശ്വതി K സ്ത്രീ പദവി പഠന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നോബിൾ സെബാസ്റ്റ്യൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR ചന്ദ്രകാന്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K മോഹനൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജനി മോഹൻ, റീന KP, ഡോക്ടർ രവി രാമന്തളി, ജയപ്രകാശ് PK തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കണ്ണാടിപ്പൊയിലിൽ യുവ കർഷകൻ പ്രതീഷ് കുട്ടൻ 1/2 ഏക്കറോളം സ്ഥലത്തൊരുക്കിയ തണ്ണിമത്തൻ കൃഷി വിളവെടുത്തു. എരമംകുറ്റൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. വേനൽക്കാലവും വിഷുവിപണിയും ലക്ഷ്യമാക്കിയാണ് യുവ കർഷകൻ പ്രതീഷ് കുട്ടൻ കണ്ണാടിപ്പൊയിലിൽ തണ്ണിമത്തൻ കൃഷി ചെയ്തത്. നേന്ത്രവാഴയുടെ ഇടവിളയായാണ് തണ്ണിമത്തൻ കൃഷി നടത്തിയത്. 100 മേനി വിളവാണ് കൃഷിയിലൂടെ ലഭിച്ചത്. കൃഷിഭവന്റെ ഭാഗത്തുനിന്നും നല്ല രീതിയിൽ സഹകരണം ലഭിച്ചുവെന്ന് കർഷകനായ പ്രതീഷ് കുട്ടൻ പറഞ്ഞു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ കണ്ണാടിപ്പൊയിൽ എന്ന സ്ഥലത്ത് 4-ാം വാർഡിൽ ഏകദേശം 1/2 ഏക്കറോളം വരുന്ന സ്ഥലത്ത് നേന്ത്രവാഴ കൃഷി നടക്കുകയും അതിനിടവേളയായിട്ട് തണ്ണിമത്തൻ കൃഷി ചെയ്യുകയും ചെയ്തു. അത് വളരെ മോശമല്ലാത്ത രീതിയിൽ വിളവ് ലഭിക്കുകയും ഇന്ന് അതിൻ്റെ വിളവെടുപ്പ് ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും 4-ാം വാർഡ് മെമ്പറും കൃഷിഭവനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും സാറുമാരും ഉൾപ്പെടെ വളരെ നല്ല രീതിയിൽ നിർവഹിക്കുകയുണ്ടായി. കൂടാതെ കൃഷിഭവൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹകരണങ്ങളും കിട്ടുകയും വിളവെടുപ്പ് എരമംകുറ്റൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ T കൃഷ്ണപ്രസാദ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ T തമ്പാൻ, കൃഷി അസിസ്റ്റന്റുമാരായ TP സതീശൻ, O ജ്യോതി തുടങ്ങിയവർ വിളവെടുപ്പ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഇതുകൂടാതെ മറ്റ് സ്ഥലങ്ങളിൽ വെള്ളരി, മത്തൻ, കുമ്പളം, വഴുതിന തുടങ്ങിയവയും കൃഷി ചെയ്തു വരുന്നു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ 4-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പ്രതീഷ് എന്ന് പറയുന്ന യുവ കർഷകൻ ഈ കാർഷിക മേഖലയിലേക്ക് കടന്നു വന്നിട്ട് വർഷങ്ങളായി. ഇപ്പോൾ കഴിഞ്ഞ വർഷം ആരംഭഘട്ടം എന്നുള്ള രീതിയിൽ തന്നെ 1 ഏക്കറിലധികം ഭൂമിയിൽ തണ്ണിമത്തൻ കൃഷി ചെയ്യുകയും നല്ല രീതിയിൽ വിളവെടുപ്പ് ഉണ്ടാക്കുവാനും സാധിച്ചിട്ടുണ്ട്. ഈ വർഷം ഏകദേശം 1 ഏക്കറോളം സ്ഥലത്താണ് കണ്ണാടിപ്പൊയിൽ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്ത് നല്ല രീതിയിലുള്ള കൃഷി ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടുന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നമ്മുടെ കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ലഭിച്ചു വന്നിട്ടുണ്ട്. ഇന്ന് പ്രത്യേകമായി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യുവാക്കളൊക്കെ പല രീതിയിലേക്കും കടന്നു പോകുമ്പോൾ അതിൽ നിന്നൊക്കെ വേറിട്ട ഒരു അനുഭവമാണ് പ്രതീക്ഷയിൽ നിന്ന് ഉണ്ടാവുന്നത്. ഇന്ന് ഈ ഒരു കാർഷിക രംഗത്തേക്ക് കടന്നു വരാനൊക്കെ നമ്മുടെ പ്രതീക്ഷിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് മറ്റുള്ളവർക്ക് കൂടെ ഒരു മാതൃകയായി മാറേണ്ടതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. കന്നുകാലികളിൽ കരൾ രോഗം കൂടി വരുന്നത് ക്ഷീര കർഷകരെ ദുരിതത്തിലാക്കുന്നു.
ക്ഷീരമേഖലയെ ഒന്നുകൂടി തളർത്തുന്നതാണ് പുതിയ രോഗം. വിവിധ ഭാഗങ്ങളിൽ കാലികളിൽ കരൾ രോഗം വന്നത് കർഷകരെ ദുരിതത്തിലാക്കിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ നഷ്ടത്തിലായ ക്ഷീരമേഖലയെ ഒന്നുകൂടി തളർത്തുന്നതാണ് പുതിയ രോഗം. പല രൂപത്തിലും ഇത് പ്രത്യക്ഷപ്പെടാമെന്നത് പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കറവയുള്ള പശുക്കളിൽ അകിടുവീക്കമായി തുടങ്ങും. ആദ്യമേ ശ്രദ്ധിച്ചാൽ പാലുൽപാദനം മാത്രമേ നഷ്ടപ്പെടൂ. പശു രക്ഷപ്പെടും. തന്റെ പശുവിന്റെ പാലുൽപാദനം പൂർണ്ണമായും ഇല്ലാതായതായി പുത്തൂരിലെ ഭാസ്കരൻ പറയുന്നു. ചിലയിടത്ത് തീറ്റയും വെള്ളവും എടുക്കാതെയിരിക്കും. കുത്തിവെച്ചാലും വേദന അനുഭവപ്പെടില്ല. ചിലപ്പോൾ ചികിത്സ ഫലപ്രദമാകണമെന്നുമില്ല. ഇങ്ങനെ പശു ചത്തുപോകുകയും ചെയ്യും. കുണിയനിലെ കൃഷ്ണൻ ആറ്റുനോറ്റ് വളർത്തിയ 2 വർഷം പ്രായമായ പശു കരൾ രോഗം വന്ന് ചത്തിട്ട് 1 മാസമാകുന്നു. പ്രസവിച്ചിട്ട് 4 മാസം 5 മാസം ഇതുവരെ വിഷമമുണ്ടായില്ല. പെട്ടെന്ന് ഒരു ദിവസം കാലത്താണ് അകിടി വീക്കം എന്ന രോഗം വന്നത്. കണ്ട ഉടനെ തന്നെ ഏകദേശം ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ കുഞ്ഞുമംഗലം പോയിട്ട് ഡോക്ടറോട് പറഞ്ഞ് ഡോക്ടർ മരുന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നു. പിറ്റേ ദിവസം കുറയാത്തതുകൊണ്ട് പിറ്റേ ദിവസം ഡോക്ടർ തന്നെ കുഞ്ഞുമംഗലത്ത് നിന്ന് ഇവിടെ വരും നോക്കുകയും ചെയ്തു. അന്നേ അവരാ പറയുന്നത് ഇതിഅകിടി വീക്കം അതല്ല, ഇത് ഉള്ളിൽ കരൾ രോഗമാണ് ഡോക്ടർ വന്ന പറയുന്നത്. അന്ന് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ആദ്യ ഡോക്ടർ വരികയും 5 പ്രാവശ്യം മരുന്ന് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഒരു തുള്ളി പാല് ഇല്ല. അതാണ് സ്ഥിതി ഇപ്പം വന്നിരിക്കുന്നത്. ആദ്യം 10-12 ലിറ്റർ പാല് കിട്ടിയതായിരുന്നു. രോഗം എന്ന് പറഞ്ഞാൽ അകിടിവീക്കം വന്നു കഴിഞ്ഞാൽ സാധാരണ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരത്തെ സുഖമാകാറുണ്ട്. പക്ഷേ ഇത് കരൾ രോഗമായി മാറിയതുകൊണ്ട് ഇപ്പം ഒരു തുള്ളി പാല് കിട്ടാനില്ല. അതാണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി. പശുക്കൾക്കൊക്കെ വലിയ വിലയാണ് വരുന്നത്. അസുഖം മൂലം പശുക്കൾ ചത്തുപോകുമ്പോൾ കർഷകർക്കുണ്ടാകുന്ന ആഘാതം വളരെ വലുതാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കോർട്ട് ഫീ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സബ് കോടതി പരിസരത്ത് പ്രതിഷേധ യോഗം ചേർന്നു. പയ്യന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കോടതികളിൽ ബോധിപ്പിക്കുന്ന ഹർജികളിൽ അമിതമായി കോർട്ട് ഫീ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സബ് കോടതി പരിസരത്ത് നടത്തിയ പ്രതിഷേധ യോഗം പയ്യന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് ആ കാര്യം സർക്കാർ തലത്തിൽ തന്നെ ശ്രദ്ധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് സർക്കാരിൻ്റെ ചെവിയിൽ പല മേഖലകളിൽ നിന്നും എത്തിച്ചു. അത്തരത്തിൽ സർക്കാരിൻ്റെ ചെവിയിൽ വളരെ ശക്തമായ ഒരു ശബ്ദം എത്തിക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ള ഈ അഭിഭാഷക ക്ലാർക്കുമാരുടെ പ്രതിഷേധം. അഡ്വക്കേറ്റ്സ് ക്ലർക്ക് അസോസിയേഷൻ യൂണിറ്റ് സെക്രട്ടറി കെ സുനിൽകുമാർ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് വി മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. ലോയേഴ്സ് യൂണിയൻ പയ്യന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രമോദ്, ലോയേഴ്സ് കോൺഗ്രസ് പയ്യന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി മധുസൂദനൻ, KSCA കണ്ണൂർ ജില്ലാ ട്രഷറർ മനോഹരൻ പയ്യന്നൂർക്കാരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ആതിഥ്യമരുളുന്ന കരിവെള്ളൂർ ഫെസ്റ്റിന് ഏപ്രിൽ 10 വൈകുന്നേരം 5 മണിക്ക് തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. വിനോദത്തിനും വിജ്ഞാനത്തിനുമായി കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന കരിവെള്ളൂർ ഫെസ്റ്റ് AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ ഏപ്രിൽ 10 മുതൽ 21 വരെ നടക്കും. 10 വൈകിട്ട് 5:30 MLA-മാരായ TA മധുസൂദനൻ, M വിജിൻ, M രാജഗോപാലൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. കരിവെള്ളൂരിന്റെ ചരിത്രവും സംസ്കാരവും പരിചയപ്പെടുത്തുന്ന പവലിയൻ, തെയ്യം കലയുമായി ബന്ധപ്പെട്ട പ്രദർശനങ്ങൾ, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, കാർഷിക സർവകലാശാല, എക്സൈസ് തുടങ്ങിയ സർക്കാർ പവലിയനുകളും ഫെസ്റ്റിൽ ഒരുക്കും. എല്ലാ ദിവസവും വൈകിട്ട് 4 മണി മുതൽ രാത്രി 11 മണി വരെയാണ് പ്രവർത്തന സമയം. എല്ലാ ദിവസവും രാത്രി 8:30 വിവിധ കലാപരിപാടികൾ അരങ്ങേറും. 10 ശ്രുതി ബി ചന്ദ്രൻ നയിക്കുന്ന ഫ്യൂഷൻ ഡാൻസ്, 11 ബഹ്റിൻ സഹൃദയ നാടൻപാട്ട് സംഘത്തിന്റെ നാട്ടുപാട്ടരങ്ങ്, 12 വൈകിട്ട് ചരടുകുത്തിക്കളി, തുടർന്ന് പൊന്നിത്തങ്കം അവതരിപ്പിക്കുന്ന കളരിപ്പയറ്റ് ഉറുമി, 13 രാജേഷ് ധർമ്മന്റെ ഗസൽ രാവ്, 14 വിഷുദിന പ്രത്യേക പരിപാടി ഡ്രം സോളോ, തുടർന്ന് നൃത്തനൃത്യങ്ങൾ, 15 വിഷ്ണുപ്രസാദ് നയിക്കുന്ന ബ്ലൂ വണ്ടർ വയലിൻ ചെണ്ട ഫ്യൂഷൻ, 16 മാപ്പിളപ്പാട്ട് ഇശൽ നിലാവ്, 17 കോഴിക്കോട് സൂപ്പർ ട്രൂപ്പിന്റെ ഗാനമേള, 18 ജയചന്ദ്രന്റെ പാട്ടുകൾ കോർത്തിണക്കിയ കരോക്കെ ഗാനാലാപന മത്സരം, 19 സംഗീതശില്പം ജാലകം, തുടർന്ന് വൈറൽ സിംഗേഴ്സ് നയിക്കുന്ന മ്യൂസിക് നൈറ്റ്, 20 DJ വാട്ടർ ഡ്രം നൈറ്റ് താണ്ഡവം, 21 ഉത്തരമേഖല കൈകൊട്ടിക്കളി മത്സരം എന്നിവ അരങ്ങേറും. ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പക്കുട്ടൻ,
പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ, പഞ്ചായത്ത് അംഗം എ ഷീജ, സെക്രട്ടറി കെ ശൈലജ, കെ നാരായണൻ, പി വി ചന്ദ്രൻ മാസ്റ്റർ, എ കെ ഗിരീഷ് കുമാർ, കെ രമേശൻ, പി രമേശൻ, കെ ഇ മുകുന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള സ്റ്റേജ് വർക്കേഴ്സ് യൂണിയൻ CATU പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാടകപ്രവർത്തകരുടെ സംഗമം സംഘടിപ്പിച്ചു. കേരള സംഗീത നാടക അക്കാദമി അംഗം രാജ്മോഹൻ നീലേശ്വരം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേജ് വർക്കേഴ്സ് യൂണിയൻ CATU പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാടകപ്രവർത്തകരുടെ സംഗമം സംഘടിപ്പിച്ചു. മാത്തിൽ CK സ്മാരക ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേരള സംഗീത നാടക അക്കാദമി അംഗം രാജ്മോഹൻ നീലേശ്വരം സംഗമം ഉദ്ഘാടനം ചെയ്ത് നാടക കലാകാരന്മാർക്ക് ഉപഹാരം നൽകി. തൃശ്ശൂർ പോലെ മണിക്കൂറുകളോളം ആളുകൾ നാടകങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുന്നത്. അതല്ലെങ്കിലോ പ്രദേശത്ത് വീടിയാണ്. അത് ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂറോളം നാടക കൊട്ടയിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ നാടകം മാത്രമല്ല പല നാടകങ്ങൾക്കും വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് കേരളത്തിൽ ബദൽ സംസ്കാരത്തിന് കലയാണ് നടക്കുന്നത്. കേരളമായതിന്റെ അടകരകളിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമുക്കറിയാം. അതിന്റെ ചരിത്രം വലിയ ചരിത്രങ്ങളിലാണ് പോകുന്നത്. നമുക്കെല്ലാവരും അറിയാവുന്ന ചരിത്രമില്ല. KSWU സംസ്ഥാന കമ്മിറ്റി അംഗം രതീഷ് വൈക്കത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം മധു പറവൂർ, ജില്ലാ വജ്രജൂബിലി ഫെലോഷിപ്പ് കലാകാരന്മാരുടെ കോർഡിനേറ്റർ പ്രഫുൽ CP, പഞ്ചായത്ത് അംഗം K പങ്കജാക്ഷൻ, വിനോദ് റെഡ്, അനീഷ് മാത്തിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നാടക കലാകാരന്മാർ അനുഭവങ്ങൾ പങ്കിട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോകാരോഗ്യ ദിനം ആചരിച്ചു. TM സതീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നിരപരമായ ഭാവി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ആരോഗ്യദിന സന്ദേശയാത്രയിലേക്ക് എല്ലാവരെയും കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലോകാരോഗ്യ ദിനാചരണം നടന്നു. ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷാ നിർഭരമായ ഭാവി എന്ന സന്ദേശമുയർത്തിപ്പിടിച്ച് ടൗൺ ചുറ്റി ആരോഗ്യ സന്ദേശ റാലി നടന്നു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ TM സതീശൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകരമായിട്ടുള്ളൊരു അവസ്ഥ നമ്മൾ ആരംഭിക്കുന്നത് തന്നെ കൗമാരക്കാരായ പെൺകുട്ടികൾ മുതൽ അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ, കാഴ്ചപ്പാടുകൾ കണ്ടുകൊണ്ട് തുടർന്ന് ഗർഭിണികളെ, തുടർന്ന് നവജാത ശിശുക്കളെ അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ, മരുന്നുകൾ, പോഷകാംശമുള്ള ആഹാരങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നല്ലൊരു ആരോഗ്യമുള്ള ജനതയായി വളർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ വളർത്തിയെടുക്കുന്നതിനിടയിലും നമ്മുടെ പരിധിക്ക് പുറത്തു പോയിക്കൊണ്ട് നിരവധി ആളുകൾ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരുപാട് ചെറുപ്പക്കാർ ലഹരി മരുന്നിൻ്റെ ഒക്കെ പിറകെ പോയിക്കൊണ്ട് ആരോഗ്യം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് നമുക്ക് നിത്യേനയുള്ള പത്രവാർത്തകൾ കൂടി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 100 ആളുണ്ടെങ്കിൽ അതിൽ 99 ആളും നല്ല രീതിയിൽ ശുചിത്വം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ഒരാൾ മതി നമ്മുടെ ഈ പ്രദേശത്തെ ആകെ ശുചിത്വത്തിന്റെ ആ രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KT ജയപ്രകാശ് ആരോഗ്യദിന സന്ദേശം നൽകി. ഒപ്പം പൊതുജനങ്ങൾക്കിടയിൽ പ്രശ്നോത്തരിയും നടത്തി. പബ്ലിക് ഹെൽത്ത് നഴ്സ് M പ്രിയാദേവി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ VP ഗീത എന്നിവർ സംസാരിച്ചു. ക്വിസ് മത്സര വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാടായിക്കാവ് പൂരോത്സവത്തിന്റെ ഭാഗമായി കളരിപ്പയറ്റ് പ്രദർശനം സംഘടിപ്പിച്ചു. മികച്ച പ്രകടനം കാഴ്ചവെച്ച സംഘത്തിന് മാടായിക്കാവിന്റെ ഉപഹാരവും സമ്മാനിച്ചു. കാണികളെ വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് രാമന്തളി ശ്രീദുർഗ കളരി സംഘം കാഴ്ചവെച്ചത്. ആൺകുട്ടികളും പെൺകുട്ടികളും കളരിയിൽ പങ്കെടുത്തു. കോൽത്താരി, മേത്താരി, അങ്കത്താരി, വെറുങ്കൈ തുടങ്ങിയ അഭ്യാസ പ്രകടനങ്ങളും കളരി സംഘം കാഴ്ചവെച്ചിരുന്നു. ചെറിയ കുട്ടികളായതുകൊണ്ട് അവർ ബാധിക്കുന്നത് കൊണ്ടാണ് കമ്മിറ്റിക്കാർ വേണ്ടി പറഞ്ഞത്. അവർ
മാക്സിമം നിങ്ങളോട് സപ്പോർട്ട് ചെയ്യണം. വളരെ ചുരുക്കം സമയം കൊണ്ട് നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങളുടെ മുന്നിൽ. സുരേഷ് വൈദ്യരാണ് കളരി രക്ഷാധികാരി. KVN ബൈജു, TV ഹരീന്ദ്രൻ, N നാരായണൻ, A രാകേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ദൃശ്യ മ്യൂസിക് ഫെസ്റ്റ് ഓഡീഷൻ പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി ഹാളിൽ നടന്നു. രണ്ടാം ഘട്ട മത്സരം ഏപ്രിൽ 20 നടക്കും. ദൃശ്യ പയ്യന്നൂരിന്റെ 40ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന മ്യൂസിക് ഫെസ്റ്റിന്റെ ഓഡിഷൻ പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി ഹാളിൽ നടന്നു. 100ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്ത ആദ്യഘട്ടത്തിൽ 20 പേരെയാണ് തിരഞ്ഞെടുക്കുന്നത്. രണ്ടാം റൗണ്ട് മത്സരം ഏപ്രിൽ 20 പയ്യന്നൂർ AK കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ നടക്കും. തുടർന്ന് മെഗാ ഫൈനൽ മെയ് 11 ഗാന്ധി പാർക്കിൽ നടക്കും. ദൃശ്യ അതിൻ്റെ 40ാം വാർഷികം ആഘോഷിക്കുന്ന സന്ദർഭമാണ്. 40ാം വാർഷികത്തോടനുബന്ധിച്ച് ദൃശ്യ ഈ വർഷം ഏറ്റെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ദൃശ്യ മ്യൂസിക് ഫെസ്റ്റ് 2025. മുൻകാലങ്ങളിൽ ദൃശ്യ ഏറ്റെടുത്ത് നടത്തിയ ഒരു പരിപാടിയായിരുന്നു മ്യൂസിക് ഫെസ്റ്റുകൾ. ഈ 4 പതിറ്റാണ്ട് പിന്നിടുന്ന സന്ദർഭത്തിൽ കേരളത്തിൽ ഇങ്ങോളമുള്ള 100ഓളം പ്രതിഭകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആദ്യ റൗണ്ട് മത്സരമാണ് ഇന്ന് സംഘടിപ്പിക്കുന്നത്. ഈ മത്സരത്തിന് ശേഷം രണ്ടാം റൗണ്ട് മത്സരം 20 പേരെ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള രണ്ടാം റൗണ്ട് മത്സരം ഏപ്രിൽ 20 AK കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. അതിൽ നിന്ന് 8 പേരെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് മെയ് 11 ഗാന്ധി പാർക്കിൽ വെച്ച് നടക്കുന്ന ദൃശ്യ മ്യൂസിക് ഫെസ്റ്റിൻ്റെ ഫൈനൽ മത്സരം സംഘടിപ്പിക്കുന്നത്. ഈ മത്സരത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി 100ഓളം പ്രതിഭകൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഈ ഫെസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദൃശ്യ സെക്രട്ടറി K ശിവകുമാർ, ട്രഷറർ K കമലാക്ഷൻ, പ്രോഗ്രാം കൺവീനർ CV രാജു, MK ദിലീപൻ, TV ഗണേശൻ മാസ്റ്റർ, A മുകുന്ദൻ, കരുണാകരൻ മാസ്റ്റർ, K അനിത എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പടന്ന പഞ്ചായത്തിലെ തോട്ടുകര അങ്കണവാടിയിലേക്ക് റോഡ് യാഥാർത്ഥ്യമായതോടെ കുട്ടികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമായി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 130 മീറ്റർ നീളമുള്ള കോൺക്രീറ്റ് റോഡ് പടന്ന ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചത്. മഴക്കാലത്ത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും യാത്ര ദുസ്സഹമായ സാഹചര്യത്തിൽ വാർഡ് വികസന സമിതി സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഭൂമി ലഭ്യമാക്കിയതിനെ തുടർന്നാണ് നിരന്തര ആവശ്യം പരിഗണിച്ച് പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയത്. ഗ്രാമപഞ്ചായത്ത് 2024-25 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 130 മീറ്റർ നീളമുള്ള റോഡിന് 160 അതിവിദഗ്ധ തൊഴിൽ ദിനങ്ങളും 78 വിദഗ്ധ തൊഴിൽ ദിനങ്ങളും 7,50,000 രൂപയുടെ മെറ്റീരിയലുകളും ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചത്. തോട്ടുകര അങ്കണവാടിയിലേക്കുള്ള കോൺക്രീറ്റ് റോഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം യാത്രയ്ക്കായി തുറന്നുകൊടുത്തു. ഇവിടെ അങ്കണവാടിയിലേക്ക് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത്. 8,90,000 രൂപ ചെലവഴിച്ചുകൊണ്ട് അതിലേതാണ്ട് 8,30,000 രൂപ മെറ്റീരിയൽ, അതുപോലെ തന്നെ 50,000 രൂപ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ വേതനവുമായി അതിമനോഹരമായിട്ടുള്ള ഒരു കോൺക്രീറ്റ് റോഡാണ് ഇപ്പോൾ അങ്കണവാടിയിലേക്ക് നിർമ്മിച്ചിട്ടുള്ളത്. അങ്കണവാടി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മഴക്കാലത്ത് വളരെ പ്രയാസപ്പെട്ടിട്ടായിരുന്നു അങ്കണവാടിയിലേക്ക് പോയിരുന്നത്. വലിയ ദുരിത യാത്രയായിരുന്നു നാട്ടുകാർക്കടക്കമുണ്ടായിരുന്നത്. പഞ്ചായത്ത് അംഗം V ലത അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M സുമേഷ്, തൊഴിലുറപ്പ് പദ്ധതി അസിസ്റ്റന്റ് എഞ്ചിനീയർ സൻബക് ഹസീന, E തമ്പാൻ, K ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വെങ്ങര ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂൾ ശതവാർഷിക ആഘോഷത്തിന്റെ മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടത്തി. വെങ്ങര മുക്കിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു.
തലമുറകൾക്ക് അക്ഷരജ്ഞാനം പകർന്നു നൽകിയ വെങ്ങര ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂൾ ശതവാർഷിക ആഘോഷത്തിന്റെ മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടന്നു. വെങ്ങരമുക്കിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. മുട്ടം ജുമാ മസ്ജിദ് ജംഗ്ഷൻ വഴി സ്കൂൾ പരിസരത്ത് ഘോഷയാത്ര സമാപിച്ചു. വാദ്യഘോഷങ്ങളും തെയ്യക്കോലങ്ങളും വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങളും വിളംബര ഘോഷയാത്രയ്ക്ക് മാറ്റേകി. പ്രഥമാധ്യാപകൻ VV മുരളീധരൻ, E രമേശൻ, PP ജിതേഷ്, TV അജേഷ്, ഹാഷിം കോട്ടൂര്, മനോഹരൻ വെങ്ങര, സുകേഷ് അഴീക്കോടൻ, PK ശ്രീജിത്ത്, C സജിത, KP അഭിഷ, PP വിദ്യ എന്നിവർ വിളംബര ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതിയൊരു കായിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിലൂടെ ജീവിതമാർഗം ലഭിക്കുക മാത്രമല്ല, ലഹരികളുടെ മായിക വലയത്തിൽ നിന്ന് രക്ഷപ്പെടുക കൂടിയാണ് ചെയ്യുന്നതെന്ന് കായിക മന്ത്രി V അബ്ദുൾ റഹ്മാൻ മാത്തിൽ പഞ്ചായത്ത് സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി കണ്ണപുരത്ത് സ്ഥാപിച്ച കൊടിമരം പോലീസ് പിഴുതുമാറ്റിയതിൽ പ്രതിഷേധിച്ച് കണ്ണപുരം സ്റ്റേഷനിലേക്ക് BJP മാർച്ച് നടത്തി. വൻ പോലീസ് സന്നാഹമാണ് മാർച്ചിനെ പ്രതിരോധിച്ചത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അക്ഷരങ്ങളുടെ സാന്ത്വനം ഒരുക്കി ദയാ ചാരിറ്റബിൾ സൊസൈറ്റി ആരംഭിച്ച അക്ഷര സാന്ത്വനം പബ്ലിക് ലൈബ്രറി ഡോക്ടർ V ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.